അപ്രതീക്ഷിത ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് പേരുടെ ജീവൻ പൊലിഞ്ഞ വയനാട്ടിലേക്കുള്ള സന്ദർശനം മാറ്റിവെച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മുൻ വയനാട് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന വ്യക്തി കൂടിയാണ് പ്രിയങ്ക. ഇരുവരുടെയും സന്ദർശനം മാറ്റിയതായാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ തന്നെയാണ് താനും പ്രിയങ്കയും വയനാട്ടിലേക്ക് എത്തില്ലെന്ന് ട്വിറ്ററിൽ അറിയിച്ചത്. കാലാവസ്ഥ മോശമായത് കാരണം യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചുവെന്നാണ് ഇതിന്റെ കാരണമായി രാഹുൽ ഗാന്ധി ട്വീറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ കാണാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും ഞാനും പ്രിയങ്കയും ഇന്ന് വയനാട് സന്ദർശിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇടതടവില്ലാതെ പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. എത്രയും വേഗം ഞങ്ങൾ അവിടെ എത്തുമെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷമഘട്ടത്തിൽ മനസ്സ് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്നും രാഹുൽ ഗാന്ധി തന്റെ ട്വീറ്റിൽ കുറിച്ചു. ഇന്ന് ഉച്ചയോടെ രാഹുൽ മേപ്പാടിയിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. തുടർന്ന് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കുമെന്നും അറിയിച്ചിരുന്നു. ശേഷം വിംസ് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം കാണുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട് സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ എണ്ണം 150 കടന്നു. 100-ലധികം പേരെ കാണാനില്ലെന്നാണ് സൂചന. കൂടുതൽ പേർ ഇപ്പോഴും വിവിധ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്നലെ രാത്രി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ 7 മണിയോടെ പുനരാരംഭിച്ചു. വയനാട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പെയ്തത് റെക്കോർഡ് മഴയാണ്. ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തം വയനാട് നേരിടുന്നതിനിടെയാണ് മഴ എത്രത്തോളം ഭീകരതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത്. 24 മണിക്കൂറിൽ 9 ഇടങ്ങളിൽ 300 മില്ലിമീറ്ററിലേറെയാണ് മഴ പെയ്തത്. കുറഞ്ഞ തോതിലായിരുന്നു മഴയെങ്കിലും കഴിഞ്ഞ ഒറ്റ രാത്രിയിൽ കുത്തനെ മഴ ഉയരുകയായിരുന്നു. കുറഞ്ഞ സമയത്തിനിടെ ഇത്ര വലിയ മഴ പെയ്തതാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടി ഇത്ര വലിയ ദുരന്തമുണ്ടാകാൻ കാരണമായത്. അതേസമയം വയനാട്ടിലെ സാഹചര്യങ്ങൾ ദുഷ്കരമായി തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. ഇനിയും 98 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ 200ഓളം പേരെ കാണാനില്ലെന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്. അതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി ബെയിലി പാലം നിർമ്മാണത്തിനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളുമായി സൈന്യം ഇന്നെത്തും. താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ഉച്ചയ്ക്ക് തുടങ്ങും. താൽക്കാലിക പാലത്തിന്റെ ഭാഗങ്ങൾ കരമാർഗവും ഹെലികോപ്റ്ററിലും എത്തിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. 85 അടി നീളമുള്ള പാലമാണ് നിർമ്മിക്കുക. ചെറിയ മണ്ണുമാന്തി ഉൾപ്പെടെ കൊണ്ടുപോകാൻ കഴിയും. മഴ മാറി നിൽക്കുന്നത് ആശ്വാസം നൽകുന്നുണ്ടെന്നും പുഴയിലെ ഒഴുക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ നടത്താൻ കൂടുതൽ സൈന്യം രംഗത്തെത്തി. ചൂരൽമലയിൽ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം തിരച്ചിൽ നടത്തുന്നത്. അഗ്നിശമന സേനാംഗങ്ങളും തിരച്ചിൽ നടത്തും. ഇന്നലെ പുലർച്ചെയോടെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. നിരവധി പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ കവർന്നെടുത്തത്. മുണ്ടക്കൈ ഗ്രാമം ഒലിച്ചുപോയ സ്ഥിതിയാണ്. മണ്ണിനടിയിൽ കുടുങ്ങിയവരുണ്ടോ എന്ന് കണ്ടെത്തുക നിർണായകമാണ്. ചാലിയാർ പുഴയിലും വനത്തിലും ഇന്ന് തിരച്ചിൽ നടത്തുകയാണ്.